നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂറിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചില്ല. ബോബി ചെമ്മണ്ണൂറിന് അങ്ങനെ വലിയ പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഒപ്പം തന്നെ പോലീസിന് റിപ്പോർട്ട് ഫയൽ ചെയ്യാനുള്ള സാവകാശം നൽകി കേസ് ചൊവ്വാഴ്ച പരിഗണിക്കാം എന്ന നിലപാടിലാണ് കോടതി എത്തിച്ചേർന്നത്. ഈ സാഹചര്യത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ബോബി ചെമ്മണ്ണൂറിന് തിരിച്ചടി നേരിട്ട് തുടങ്ങിയോ? ബോബി ചെമ്മണ്ണൂറിന് നിയമം ഒരു കുരുക്കായി മാറി വരികയാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ്, കോടതി ഇന്ന് നൽകിയ ഒരു സന്ദേശം എന്താണെന്നാണ് ശ്രീ മുഹമ്മദ് കരുതുന്നത്? കാരണം കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ ചോദിക്കുന്നത്, ഇത് അങ്ങനെ വലിയ തിരക്കോടുകൂടി പരിഗണിക്കേണ്ട ഒരു വിഷയമാണോ എന്ന് കോടതി ചോദിക്കുന്നു. ആളുകളെപ്പറ്റി പൊതുനിരത്തിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഇത്തരം കമൻറ്റുകൾ ഇടുമ്പോൾ അത് ആലോചിക്കണം എന്നുള്ള തരത്തിൽ കോടതി കാര്യങ്ങൾ കാണുന്നു. എന്താണ് ശ്രീ മുഹമ്മദിന് ഇതേപ്പറ്റി പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. പിന്നെ ഇത് രണ്ടും ഞാൻ ടിവിയിലൂടെ കണ്ടു. രണ്ട് കാര്യം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതും കണ്ടു. അപ്പൊ ഇത് പൊതുനേരത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ അവര് മാത്രമല്ല ആരും പറയരുത് എന്നുള്ളത് ഒരു സന്ദേശമാണ്. പിന്നെ മറ്റൊരു കാര്യം, അത് അത്ര പെട്ടെന്നൊന്നും വേണ്ട എന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പൊ എന്താണ് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കുന്നത് എന്നുള്ളതല്ല നമുക്ക് നോക്കാനുള്ളത്. അപ്പോ അടുത്ത പരിഗണിക്കും, പെട്ടെന്ന് പരിഗണിക്കേണ്ടതും അല്ല എന്നുള്ളത് പറഞ്ഞു. ഏതായാലും മറ്റുള്ളവർക്ക് ഒരു പാടായി തീരട്ടെ ഈ പറഞ്ഞത്, വിധിയിൽ പറഞ്ഞത് എന്നുള്ളത് ആണ് എന്റെ ഒരു അഭിപ്രായം. വ്യക്തമാണ് അഭിപ്രായം. ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഇവിടെ ഹൈക്കോടതി എന്താണ് കൃത്യമായി ഉദ്ദേശിക്കുന്നത്? വലിയ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂറും സാധാരണക്കാരനാണ്, നിയമത്തിന് മുന്നിൽ തുല്യനാണെന്നൊരു സന്ദേശം കോടതി നൽകുകയല്ലേ ചെയ്യുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇന്നലത്തെ ഒരു തിരിച്ചുണ്ട് സാർ. ബഹുമാന്യനായ ഒരു പ്രേക്ഷകൻ തെറ്റിദ്ധരിക്കും. കാരണം ഞാൻ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചൊന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എത്ര ഉന്നത പദവിയിൽ ഇരിക്കുന്ന അത് ഞാൻ ഇന്നലെ തന്നെ തിരുത്തി, എനിക്കറിയാലോ. അത് റിയലി അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ നിർവാദം ഖേദം പ്രകടിപ്പിക്കുന്നു. ബഹുമാന്യനായ നരേന്ദ്രമോദിജിയെ പറ്റി എന്റെ ഒരു വിധത്തിലും അങ്ങനെ ഒരു ആശയം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നരേന്ദ്രമോദിജി വാങ്ങി തരുന്ന ഗുളിക കഴിച്ചിട്ട് നാട്ടു രോഗിയാണ് സാർ. എനിക്ക് ഗുളിക മേടിക്കാൻ പൈസ ഇല്ല. ഞാൻ 3000 രൂപയ്ക്ക് മേടിക്കുന്ന ഗുളിക 3000 രൂപയ്ക്ക് മേടിക്കുന്ന ഗുളിക 700 രൂപയ്ക്ക് തന്ന പ്രധാനമന്ത്രിയാണ് സാർ. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി ഞാൻ പറഞ്ഞാൽ ദൈവം പോലും എനിക്ക് പൊറുക്കില്ല. കാരണം എത്ര എനിക്ക് തീർത്ത വിഷയമാണ്. ഞാൻ വളരെയധികം സങ്കടത്തോടെ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നു സാർ. അദ്ദേഹവും അങ്ങനെ വിചാരിച്ചു. അത് നരേന്ദ്രമോദി മാത്രമല്ല, ഒരു പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അത് കൃത്യമാണ്. അത് ഇന്നലെ നമ്മൾ സംസാരിച്ച് തീർത്ത കാര്യമാണ്. ഞാനത് വിളിച്ച പറഞ്ഞ പ്രേക്ഷകനോട് ഞാൻ തന്നെ വിശദീകരിച്ചു കൊടുത്തു. എനിക്ക് അത് പോട്ടെ, സാരമില്ല. അദ്ദേഹം അത് എല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. ശ്രീ ബാലകൃഷ്ണൻ നമുക്കറിയാം. ഈ ഒരു മാതൃക കോടതിയും പോലീസും കാണിക്കുവാണെങ്കിൽ നമ്മളെ വനിതകൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ നടക്കാൻ പറ്റും. എത്ര ഉന്നതനായാലും എത്ര സാമ്പത്തിക ശേഷിയുള്ളാലും കൽത്തുറങ്കലടക്കും വനിതയോട് കളിച്ചാലെന്നുള്ള ഒരു മെസ്സേജ് രാജ്യത്തിന് കൊടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് അത് സത്യമാണെങ്കിൽ, അങ്ങനെ ഒരു ഇടപെടലുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 100% അതിൽ അംഗീകരിക്കുന്നു എന്നാണ് താങ്കളുടെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. കോടതി പറഞ്ഞത് അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് കോടതി ചോദിച്ചത്. പൊതുവിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്നും കോടതി ആരാഞ്ഞു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ഉറപ്പ് നൽകി എന്ന്
വ്യക്തമാക്കി. ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ഈ കാര്യം കോടതിയെ അറിയിച്ചു. മറുപടി പറയാൻ സർക്കാരിന് സമയം ആണ് നൽകിയിരിക്കുന്നത് കോടതി. അപ്പോൾ പോലീസിന് റിപ്പോർട്ട് ഫയൽ ചെയ്യാനുള്ള 3 ദിവസത്തെ സാവകാശം കോടതി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി ഇത്തരം ഘട്ടങ്ങളിൽ ഒരു 3 ദിവസം പോലീസിന് അവരുടെ മറുപടി, കാരണം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളത്, പോലീസിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് സാധാരണഗതിയിൽ ജാമ്യം നൽകുക. ഇവിടെ കോടതി കൃത്യമായ ആ നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഹലോ, കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇന്നത്തെ ഈ കോടതി നടപടിയിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? അല്ല, IC ബാലകൃഷ്ണനെ കൂടെ പിടിക്കണം. അത് വയനാട് തന്നെ ആ മനുഷ്യൻ അവിടെ എഴുതി വെച്ചിട്ട് സുഖമില്ലാത്ത മോനെയും കൊണ്ടങ്ങ് ആത്മഹത്യ ചെയ്താൽ ഇപ്പൊ ഒരു കത്തും പുറത്തു വന്നു. എന്നിട്ട് ആ കോടതി തന്നെയാണ് ഇതും കൂടെ ഇതേ കണക്കത്തെ വിധിയും കൂടെ പറയുന്നത്. ഇദ്ദേഹത്തിന് നടന്നോട്ട്, പക്ഷെ അയാളെ കൂടെ ആക്കിടണം. അദ്ദേഹത്തിന് ഈ ഇന്ന് പിടിച്ചിരുന്ന ഈ തിങ്കളും ചൊവ്വയും അദ്ദേഹം കടന്നു ശനി ഞായർ അല്ല, അതെന്താ ഈ ലെറ്റർ വരെ അയാൾ എഴുതി വെച്ചിട്ട് പോലും ഇപ്പൊ പുതിയ ലെറ്റർ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മോന്റെ ജോലിക്ക് പോകാൻ വേറൊരു പെൺകൊച്ചിന് ജോലി കൊടുക്കാന്നുള്ളത് തെളിഞ്ഞെന്നൊക്കെ പറയുന്നു. അല്ല അതും കൂടെ ഇതിന്റെ കൂടെ വരണമെന്ന് പറയാം. ഇവിടെ ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പോലീസ് വേണ്ട വേഗത കാണിച്ചില്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ താങ്കൾക്ക്? ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പോലീസ് വേഗത കാണിച്ചില്ല എന്നുള്ള അഭിപ്രായം എന്നെക്കാൾ കൂടുതൽ ചേട്ടനുണ്ട്. ചേട്ടനെ പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. ചേട്ടനൊരു ചാനൽ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, എനിക്കങ്ങനെ ഒരു പേടിയുമില്ല. ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാന് ഈ വിഷയത്തിൽ എനിക്കിങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അത് പറയുന്നതിനൊരു ഭയവുമില്ല. പ്രത്യേകിച്ച് പൊതുവേദിയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമായി തന്നെ പറയാൻ അത് എത്ര വലിയ ആളായാലും ശരി അതിലൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, പ്രത്യേകിച്ച് വയനാട് ഘടകത്തെ പേടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഞാൻ അങ്ങനെ പറയത്തില്ല. ചേട്ടനും പേടിയില്ല, ചേട്ടനും ചാനലിനും പേടിയില്ല ആരെയും. അങ്ങനെ പേടി ഉണ്ടായിരുന്നെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂറാക്കി കൊടുക്കത്തില്ല. അവരെ കംപ്ലീറ്റ് അഭിപ്രായങ്ങളും വ്യക്തതയോടുകൂടി വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ മെനക്കെട്ടിരിക്കുക. ഞാൻ പറഞ്ഞത് അതല്ല, ചേട്ടന്റെ മനസ്സിലതുണ്ട്. പക്ഷെ ഇന്ന് തന്നെ അയാളെ പിടിക്കണമെന്നത്. ബോബിയും അവിടെ കിടന്നോട്ട്. ബോബി ചെയ്തത് ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോ ഇതും കൂടെ കിടക്കണം. പണ്ട് യേശുദാസ് ഇതാണൊരു കാര്യം പറഞ്ഞായിരുന്നു. ജീൻസ് ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഹൃദയമെടുപ്പ് കൂട്ടുന്നു എന്നും പറഞ്ഞൊരു ഡയലോഗ് അടിച്ച് അന്ന് ഇവിടുത്തെ വനിതാ ടീമുകളെല്ലാം കൂടെ ബിന്ദു കൃഷ്ണയും TN ടീമയും ഒക്കെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഒരു ജാഥ നടത്തി. ഞാൻ പറഞ്ഞു തരുന്നത് അദ്ദേഹം യേശുദാസ് പറഞ്ഞതും തെറ്റി തന്നെയാണ്. ഇദ്ദേഹം പറയുന്നത് അതിനേക്കാൾ രൂക്ഷമായി. ഇദ്ദേഹം പറയുന്നത് വാക്കുകൾ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ എന്തൊക്കെയോ ഉണ്ട്. അതായിരിക്കും അവർ രഹസ്യമൊഴി കൊടുത്തിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞ ഈ MLAക്ക് ഈ പ്രിവിലേജ് ഒന്നും വേണ്ട. MLA തട്ടി അകത്തിടണം. പാവപ്പെട്ടവൻ അയാളെ മോനെ കൂടെ കൊന്നിട്ട് പോയി കളഞ്ഞു. എൻ്റെ ഒരു നിലപാടതാണ്. നിയമം എല്ലാവർക്കും തുല്യമായിരിക്കണം. എല്ലാവരും നിയമത്തിന് അതീതരായി ആരുമില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ ജീവിക്കണം. നിയമം വരുമ്പോൾ അത് ഇനി MLA ആണ്, പണക്കാരനാണ്, അങ്ങനെ ഒന്നും ബാധകമാകാനില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കോടതികൾ പല ഘട്ടങ്ങളിലും അത്തരം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് ഇത് പോലീസ് നൽകുന്ന ഒരു റിപ്പോർട്ടും കൂടി പരിഗണിച്ചാണ് കോടതി പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഏതായാലും അതെ, പോലീസിന്റെ റിപ്പോർട്ടാണ് സാറേ. ഈ കോടതിക്ക് അല്ലാതെ നേരിട്ട് ചുമ്മാ അങ്ങനെ പറയാൻ പറ്റില്ല. പോലീസിന്റെ റിപ്പോർട്ടിനകത്ത് വരുന്ന പാളിച്ചകളിനകത്താണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. ഈ IC ബാലകൃഷ്ണൻ ഇന്നും പുറത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിപ്പം അകത്ത് കിടന്നിട്ട് രണ്ടിനും കൂടെ ഒന്നിച്ചേ ഒറ്റ സ്ഥലത്ത് രണ്ടിനും കൂടെ ഒന്നിച്ച് കിടന്ന് ഒരു തീരുമാനമായെന്ന്. എന്തായാലും ഇനി 1 വർഷം കൂടെ ഉണ്ട്. ഗവൺമെന്റിന് ഗവൺമെന്റിന് ഒരു ഇമേജ് കയറി വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഇമേജ് വളരെ ശക്തമായിട്ട് ഒരു കയറ്റം കയറി വരുന്നുണ്ട്. അത് നല്ലതിനാണോ ചീത്തച്ചാണോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കത്തില്ല. ഇവരെ രണ്ടുപേരെയൊന്നും പിടിച്ച് ആക്കിട്ടെന്ന് പറഞ്ഞ് അത് മാത്രം കൊണ്ട് ഇവിടെ ഇമേജ് കയറി വരണമെന്നില്ല. എങ്കിലും കുറച്ച് വരുന്നുണ്ട്. പരിപ്പിന്റെ വളരെ ഉള്ളിലൊക്കെ വിലയിൽ കൺസ്യൂമർ ഫെഡിന്റെ ദയനീയ അവസ്ഥയൊക്കെ അതൊക്കെ ജനങ്ങൾ അതും കൂടെയൊക്കെ നോക്കിക്കൊണ്ട് വേണം ഈ ഇതൊക്കെ മാത്രം പിറകെ പോയി വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങൾക്ക് വീണ്ടും നിർത്തിയാമോടെ കൊടുക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനും കൂടാണ് ഞാൻ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മഹി എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് തിരുവനന്തപുരത്താണ്. മഹി എവിടുന്നാണ്? തിരുവനന്തപുരത്ത് എവിടുന്നാണ് വിളിക്കുന്നത്? കിള്ളിപ്പാലം. കിള്ളിപ്പാലം നമ്മുടെ പിന്നെ അതെനിക്കറിയാം. എന്താണ് ഈ കിള്ളിപ്പാലത്തെ നാട്ടുകാരൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ ബോബി ചെമ്മണ്ണൂർ എന്താണ് പറയുന്നത് അവിടെ? ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ സാറേ ഒരു കാര്യം പറയാൻ കാര്യം, ഇപ്പോൾ സ്വർണ്ണ മേഖല അകത്ത് കിടക്കണ അത് ഇടതുദിവസം മരിക്കൊണ്ടാണ് അകത്ത് കിടക്കുന്നത്. കോൺഗ്രസ് അതിന് ഒരിക്കലും കിടക്കൂല.
അതേപോലെ IG ബാലകൃഷ്ണന്റെ അപ്പച്ചന് പിടിച്ചിടും. ജയിലിൽ കിടക്ക് എവിടെ ഒളിച്ചിരുന്നാലും. ഞാൻ ഗുഹയിൽ ഒളിച്ചിരുന്നാലും ഇടതുപക്ഷ ഗവൺമെന്റാണ് ശ്രീ മഹി ഒരു ഇടതുപക്ഷ അനുകൂലിയാണോ അതോ ഇടത് സഹയാത്രികനാണോ പാർട്ടി പ്രവർത്തകനാണോ? കമ്മ്യൂണിസ്റ്റാണ്. CPI ആണോ CPM ആണോ? CPI ആണോ CPM ആണോ? ഓക്കെ. ശരി. അപ്പൊ വലിയ പ്രതീക്ഷയിലാണ് ശ്രീ മഹിയും കിള്ളിപ്പാലത്തുള്ള ഇടത് സഹയാത്രികരും അല്ലേ? യെസ്. മൊയ്തീൻ കുഞ്ഞ് കായംകുളത്തു നിന്നാണ് വിളിക്കുന്നത്. മൊയ്തീൻ കുഞ്ഞ്, നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നലെ ഒരുപക്ഷെ ഇത് ഹൈക്കോടതി ജാമ്യം നൽകിയേക്കുമോ എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ കോടതിയും അതിൽ അങ്ങനെ ആ ഒരു പ്രത്യേകത ബോബി ചെമ്മണ്ണൂറിനില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് ഈ നാടിന്, അത് എന്തർത്ഥത്തിലാണ് കേരളം മനസ്സിലാക്കുന്നത്? നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ ചർച്ച ഇന്നലെയല്ല, മെനഞ്ഞാന്ന് തുടങ്ങിയ ചർച്ചയാ. അതെ, ഇന്ന് 3ാമത്തെ ദിവസമാണ് ഈ പൊതുവേദിയിൽ ഈ ചർച്ച വരുന്നത്. അത് ഇന്നും കൂടെ ഇത് പൊക്കിയിടേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ന് ചർച്ച ചെയ്യാൻ വേറെ എന്തെല്ലാം ഉണ്ട്? വേറെ എന്താ ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ പറഞ്ഞു വേറെ എന്താ ഉള്ളത്? വേറെ എന്താ ചർച്ചയുണ്ട്? വളരെ സുപ്രധാനമായ ഒരു കേസിൽ ഹൈക്കോടതി ഒരു നിരീക്ഷണം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യവസായ പ്രമുഖന് യാതൊരു പ്രത്യേകതയും ഇല്ല, അയാൾ സാധാരണ നടപടിക്രമങ്ങളിലൂടെ പോകട്ടെ എന്ന്. കേരളം അത്ര കണ്ട് വലിയ വിഷയമായി ഉയർത്തുന്ന ഒരു കാര്യമാണ് സ്ത്രീ സുരക്ഷയും അതുമായി അനുബന്ധവുമായ കാര്യം. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ശ്രീ മൊയ്തീൻ കുഞ്ഞിന് തോന്നിയത് എന്താണ്? അറിയാൻ വേണ്ടി ഞാൻ തോന്നിയത് എന്താണ്? അല്ല, അതല്ല ഞാൻ ചോദിച്ചാ, തോന്നിയ വിഷയം എന്താണ്? വിഷയമില്ല. ബുധനാഴ്ച രാവിലെ വെളുപ്പിനെ കസ്റ്റഡിയിലെടുത്ത് പറഞ്ഞട്ടെ ആ ആളിനെ എന്തുകൊണ്ട് അന്ന് കോടതിയിൽ ഹാജരാക്കിയില്ല? അറസ്റ്റ് ചെയ്ത് അന്ന് ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കിയാണെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തിന് ഈ ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെയല്ല. അറസ്റ്റ് ചെയ്ത ആളെ കൺസേൺഡ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണ്ടേ? പിന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ തയ്യാറാക്കണ്ടേ? അറസ്റ്റ്, റിമാൻഡ് റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കണ്ടേ? ഇതെല്ലാം അടിച്ചതിന് ശേഷമല്ലേ കോടതി കൊണ്ട് ഹാജരാക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ ചിലപ്പോൾ ആവശ്യമായി വരും. അതിനുശേഷം അപ്പൊ നിയമം അനുവദിക്കുന്നത് 24 മണിക്കൂർ സമയം കോടതി അതിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടല്ലേ? അപ്പൊ ആ നടപടിയല്ലേ സ്വീകരിച്ചത്? 24 മണിക്കൂർ അറസ്റ്റിന് ശേഷമാണ് 24 മണിക്കൂർ. കസ്റ്റഡിയിലല്ല. ഈ ആളിനെ കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനെ FIR ഇടുന്നു, ഇത് അറസ്റ്റ് ചെയ്യുന്നു. അല്ല, ഞാൻ അതൊക്കെ പോട്ടെ. ഞാൻ ചോദിക്കുന്നത് അങ്ങേ മൊയ്തീൻ കുഞ്ഞിനെ വിഷമിപ്പിക്കുന്ന വിഷയം എന്താണ്? നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ വാർഡ് പ്രസിഡന്റ് ആണ്. ഏത് വാർഡിന്റെ? ഇന്ന് ചർച്ച ചെയ്യാന് കണ്ണൂര് ഇവിടുത്തെ വയനാട്ടിലെ ആ കൊലയുടെ കിടപ്പുണ്ട്. IC ബാലകൃഷ്ണനും എല്ലാവരും കൂടെ അത് നല്ലോണം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് അതിൽ പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. അതിലൊരു അറസ്റ്റോ കാര്യമോ ഉണ്ടായാൽ, അതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ, കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായാൽ ആ വിഷയം ചർച്ച ചെയ്യും. എനിക്കൊരു IC ബാലകൃഷ്ണനെയും പേടിയില്ല, ഒരു ND അപ്പച്ചനെയും പേടിയില്ല. ഇന്നാണല്ലോ സാറേ. എന്നിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ മൊയ്തീൻ കുഞ്ഞ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചോ? ഇല്ല. ഞാൻ എന്തിനാ രാജിവെക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചു, ഈ കോൺഗ്രസിനെതിരെ ഇങ്ങനെ ശക്തമായി ഒരു പൊതുവെ നടത്തണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റാണ് പറയുന്നത് അല്ലേ? നിങ്ങൾ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമല്ലോ ഉണ്ടോ? ഇല്ല, ആര് തെറ്റ് ചെയ്തോ അവര് ശിക്ഷ അനുഭവിച്ചേ വെക്കൂ. എനിക്ക് ശ്രീ മൊയ്തീൻ കുഞ്ഞിനോട് ഏറ്റവും ബഹുമാനം തോന്നിയ ഒരു വാക്കാണത്. സ്വന്തം പാർട്ടിയായാലും ശരി, ഏതു പാർട്ടിയായാലും ശരി, തെറ്റാര് ചെയ്തോ അവർ അതിനുള്ള നടപടി നേരിടണം എന്നുറച്ചു പറയാൻ കഴിയുന്ന മൊയ്തീൻ കുഞ്ഞിനെ പോലുള്ള രാഷ്ട്രീയ നേതൃത്വം കേരളത്തിനുണ്ടെങ്കിൽ നമ്മുടെ നാട് അതിവേഗം ദ്രുതഗതിയിൽ മുന്നേറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വയലാറിൽ നിന്ന് ശ്രീ ശശിധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, ഇന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ശ്രീ ശശിധരനിലേക്ക് വന്നു. എന്ത് തോന്നുന്നു താങ്കൾക്ക് ഇന്നത്തെ ഈ കോടതി വിധി കണ്ടിട്ട്? ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം വന്നു. ഈ ഇത്രയും വലിയ കോടീശ്വരനായ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നല്ലോ എന്നുള്ള വിഷമായിരുന്നോ?
അല്ല, മനുവിന്റെ ചാനലിനെ ഓർത്തിട്ട സങ്കടം. എന്നെ ഓർത്ത് സങ്കടപ്പെടുന്നു, അത് കൊള്ളാലോ. മനുവിന്റെ ചാനലിന് അവതാരകൻ എന്നുള്ളതല്ലേ മനുവിന്, വ്യക്തിപരമായിട്ടുള്ള അവതാരകൻ എന്നുള്ളതല്ലേ മനുവിന്. കാരണം ഞാൻ ചോദിക്കണതിന് ഒരു മറുപടി കിട്ടണം വ്യക്തമായിട്ട്. ഏത് വിഷയമാണ് ഈ ന്യൂസ് ഈ പിന്നെ പൊതുവെ തുടങ്ങി ഇത്രയും വർഷമായിട്ട് 3 ദിവസം ചർച്ച ചെയ്ത ഒരു വിഷയം പറയാറ്? അല്ല, 3 ദിവസം തുടർച്ച നടപടി 3 ദിവസം ചർച്ച ചെയ്ത ഒരു വിഷയം പറയണം, മനു പറയണം. 3 ദിവസം തുടർ നടപടി ഉണ്ടായ വിഷയം എന്താ ഇതിനു മുമ്പുണ്ടായത്? ഇതിനേക്കാൾ വലിയ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, എത്രയോ വിഷയങ്ങൾ. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ സുപ്രധാനമായ കേസുകൾ. നിങ്ങളുടെ റെക്കോർഡ് എടുത്ത് നോക്കുക, എന്നോട് എന്നിട്ട് പറയൂ വ്യക്തമായിട്ട്. പിന്നെ പറഞ്ഞാലും മതി. 3 ദിവസം ചർച്ച ചെയ്തു. 3 ദിവസം ചർച്ച ചെയ്ത് ഒരുപാട് വിഷയങ്ങളുണ്ടെന്നേ. നമുക്കൊരു കേസിൽ ഉണ്ടെന്ന് എൻ്റെ ശ്രീ ശശിധരൻ വയലാർ, ഒരു കാര്യത്തിൽ തുടർച്ചയായ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിൽ പ്രേക്ഷകർ ആ വിഷയത്തിൽ അത് ഫോളോ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആ വിഷയം കൂടുതൽ അതിൽ വിചാരിക്കുമ്പോൾ നാട് മുഴുവൻ മനു വിചാരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, നാട് മുഴുവൻ ഇത് ചർച്ച ചെയ്യുന്നൊന്നും ഇല്ല. ഞാൻ പറയാം, നാട് മുഴുവൻ വേറെ എന്തെല്ലാം വിഷയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 8 മണി മുതൽ, ഇന്നലെ രാത്രി 8 മണി മുതൽ ഇന്ന് ഉച്ചവരെ നിങ്ങളുടെ വിഷയം എന്തായിരുന്നു ഈ ചാനലുകാരുടെ മുഴുവൻ? അല്ല, ഞാൻ ചോദിക്കുന്നത് വേറെ എന്ത് വിഷയമാണ് ഞങ്ങൾ ഒഴിവാക്കിയെന്ന് പറയുന്നത്? എന്ത് വിഷയമാണ്? എന്നോട് മറുചോദ്യം ചോദിക്കല്ല, ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് ഇത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് കൂടി ഞാൻ ചോദിക്കട്ടെ. ഏത് വിഷയമാണ് ഞങ്ങൾ വിട്ടുപോയത് എന്ന് ഞാൻ അറിയട്ടെ. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിലേക്ക് പെട്ടെന്ന് വരണ്ടേ? അതല്ല ആദ്യം പറയേണ്ടത്. ഇന്നലെ 8 മണി മുതൽ എന്തായാലും ചർച്ച ഒക്കെ ആയിക്കോട്ടെ, അത് പ്രധാനപ്പെട്ട വിഷയമാണെന്ന് തോന്നി ചർച്ച ചെയ്തു. ഇനി ഏതാ ചർച്ച ചെയ്യാത്തത്? നമ്മുടെ ഒരു ശശിധരൻ, അങ്ങ് ഞാനും നമ്മൾ പൊതുവേദിയിൽ സ്ഥിരം കാണുന്ന ആളുകളാണ്, പൊതുവായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളാണ്. ഏതായാലും ഇത് സംഗീതത്തോട് വിദ്വേഷമുള്ള ആളാണ്. സംഗീതത്തോട് വിദ്വേഷമുള്ള ആളാണ്. ഇല്ല, സംഗീതത്തോട് ഒരു വിദ്വേഷവും ഇല്ല ഞങ്ങള്. പക്ഷെ എനിക്ക് പാട്ട് അറിയില്ല കേട്ടോ. അല്ല, അതിലൊരു വലിയ കാര്യമുണ്ട്. എനിക്ക് പാട്ടിനെ പറ്റി ഒരു ചുക്കും അറിയില്ല. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി പാടുന്ന ഒരു ഗാനം നമ്മുടെ ദേശീയ ഗാനമാണ്. അത് ഒഴിച്ച് നിർത്തിയാൽ പിന്നെ എനിക്ക് അങ്ങനെ മുഴുവനായി ഒരു പാട്ടും അറിയില്ല. ജയചന്ദ്രൻ സാറിനെ ഞങ്ങൾ ആ മരണച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ അല്ലെന്നേ, അതിന് ഞങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പാട്ട് അറിയുന്ന ഒരു ഗായകൻ ഞങ്ങളുടെ ന്യൂസ് 18-ലുണ്ട്, സജീവ് വാര്യർ. അദ്ദേഹം ആ നിമിഷം തൊട്ട് ആ പാട്ടുകൾ അനുസ്മരിച്ചു, ഓർമ്മകൾ പറഞ്ഞു. ഞാൻ അതല്ല പറഞ്ഞത്. ഇന്ന് ചർച്ച ചെയ്തിരുന്ന വിഷയം അദ്ദേഹം മരിച്ചതിന് നമ്മൾ എന്താ ചർച്ച ചെയ്യാനുള്ളത്? അതിൽ അഗാധമായ ദുഃഖമല്ലേ അതിൽ വരേണ്ടത്? എനിക്കറിയില്ല. ഇത് എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ അതിന് ഒരു കുതന്ത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. ശ്രീ ശശിധരൻ വയലാർ നാളെ നമ്മൾ സംസാരിക്കേണ്ട ആളുകളാണ്. അങ്ങ് പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്, അത് മറക്കരുത്. യെസ്, ഞാൻ വേറെ ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഉമേഷ് പാലിയിലേക്ക് ഞാൻ വരാം. ഹക്കീം പറയുന്നു മല്ലൂസ് കേരളം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. എനിക്കത് മനസ്സിലായില്ല. ഹക്കീമിന് ഇത്രയും സന്തോഷം തോന്നിയത് എന്താണെന്ന്? ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടിയില്ല എന്നുള്ളതാണോ, അതോ ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടാത്ത സാഹചര്യത്തിൽ അത് വീണ്ടും ചർച്ചയാക്കുന്നു എന്നതാണോ? എന്താണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതെന്ന് അറിയില്ല. ഇത് കൊലക്കേസായിരുന്നെങ്കിൽ, രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിൽ എന്താകും വിധി എന്ന് അജീഷ് KP ചോദിക്കുന്നു. നിയമം അതിൻ്റെ കൃത്യതയോടുകൂടി പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തികഞ്ഞ വിശ്വാസം നമ്മുടെ ജുഡീഷ്യറിയിലുണ്ട്. കാരണം നമ്മുടെ ജുഡീഷ്യറിക്ക് കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിച്ച് വ്യക്തമായി തീരുമാനമെടുക്കാൻ എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനോടൊപ്പം മെഷീനറികൾ കൂടി നിൽക്കുക എന്നുള്ളതാണ്. പോലീസും അതുപോലെ മാധ്യമങ്ങളും പൊതുജനങ്ങളും സാക്ഷികളായി വരുന്ന മനുഷ്യരും ഒക്കെ ഒരുമിച്ച് നിന്നാൽ കൂടി മാത്രമേ നീതി നിർവഹണം കൃത്യമായി നടപ്പിലാക്കാൻ ഏത് കോടതിക്കും കഴിയും. അപ്പോൾ നമ്മളും കൂടി കോടതിയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ചെറിയ കാര്യത്തിന് സാക്ഷി പറയാൻ പോലും പോകാൻ ഭയക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ കോടതിയോടൊപ്പം നീതി നിർവഹണം, നീതി നടപ്പിലാക്കാൻ എല്ലാ ആളുകളും അതിലേക്ക് കോടതിക്ക് വേണ്ട പിന്തുണയും ഇതും നൽകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുനീർ പറയുന്നു സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാത്ത നടിക്കൊപ്പമല്ല, ഞാൻ സമൂഹത്തിന് നിറയെ ഗുണമുള്ള ബോച്ചയ്ക്കൊപ്പമാണ് എന്നതാണ്. നമുക്ക് ഒരാളിപ്പോൾ സമൂഹത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളെ അധിക്ഷേപിക്കാൻ ആർക്കും അധികാരമില്ല. ഇത് ഇപ്പോൾ ചില ആളുകൾ സമൂഹത്തിന് ഗുണമില്ല എന്ന് നമ്മൾ ധരിക്കാം, പക്ഷേ അവരും ഈ നാട്ടിൽ എല്ലാവിധ അവകാശങ്ങളുള്ള പൗരന്മാരാണ്. അപ്പോൾ സമൂഹത്തിന് ഒരാൾ കുറച്ച് പണം നൽകുന്നു അല്ലെങ്കിൽ കുറച്ച് സഹായം നൽകുന്നു എന്ന് കരുതി അയാൾക്ക് ഈ നാട്ടിലെ നിയമം ലംഘിക്കാൻ അധികാരം ഇല്ല. അത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലും ഏറ്റവും മുകൾ തട്ടിലുമുള്ള വിഷയമാണ്. സുനീറിൻ്റെ ഏതായാലും പ്രതികരണം ഞാൻ മനസ്സിലാക്കുന്നു. നൗഫൽ പറയുന്നു
BC ജോസിൻ്റെ കാര്യം ചർച്ച ചെയ്തത്. എല്ലാം നമുക്കൊരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്കാരെയും പേടിയൊന്നുമില്ല. ഇനി അങ്ങനെ ഭയക്കേണ്ട ഒരു കാലമൊക്കെ കഴിഞ്ഞും പോയി. മുഹമ്മദ് ഫാമിലി പറയുന്നു ബോച്ചയ്ക്ക് ജയ് എന്നാണ് പറയുന്നത്. ഇതിൽ ജയ് വിളിക്കാൻ മാത്രം എന്താണ് ബോച്ചെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഏതായാലും മുഹമ്മദ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പോളണ്ടിൽ നിന്ന് വർക്കി പറയുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മോശമാണ് എന്ന് പോളണ്ടിൽ നിന്ന് വർക്കി പറയുന്നു. AJM പറയുന്നു ഐ സപ്പോർട്ട് ബോച്ചെ. സൗമ്യ ആനി തോമസ് പറയുന്നു ബോച്ചെ ഒരു ഹണിയോട് മാത്രമല്ല അശ്ലീലം പറഞ്ഞിട്ടുള്ളത്, ചില ലേഡി ഇൻ്റർവ്യൂസിനോടും കടയിൽ ഒരു സ്ത്രീയോടും പഴംപൊരി വിട്ട ചേട്ടനോടും ഒരു സ്റ്റുഡൻറ്റിനോടും എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് സൗമ്യ ആനി തോമസ് ചോദിക്കും. സ്ത്രീകൾ പലരും ഈ വിഷയത്തിൽ എന്താ പ്രതികരിക്കാത്തതെന്ന് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആലോചിക്കുകയായിരുന്നു. സൗമ്യ ആനി തോമസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ഏതായാലും അവർക്ക് പറയാനുള്ളത് അവരും പറയുന്നു എന്നത് സന്തോഷം ഉള്ള ഒരു കാര്യം. ഒപ്പം നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാർ എന്ന് പറയുന്നു കുമാരൻ CAM. ഏതായാലും കുമാരൻ CAMൻ്റെ ആ വാക്കുകൾ ഞാനും അതേപടി കടമെടുക്കുകയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഉമേഷ് പാലയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ഉമേഷ് നമ്മുടെ ഒരു പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം കുറേ ദിവസങ്ങളായി പക്ഷേ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടില്ല, അല്ലേ ശ്രീ ഉമേഷ്? അതെ അതെ അതെ. എന്ത് പറ്റി ഇത്രയും ഭയങ്കര തിരക്കാണോ? ശ്രീ ഉമേഷ് എന്തോ ഒരു ബിസിനസ്സാണോ ചെയ്യുന്നത്? അന്നെന്തോ അതുപോലെ എന്നോട് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. ഞാൻ സാറേ തരിക്കത്തരക്കാരനാണ്. കച്ചവടക്കാരനാണ്. പെരുമ്പാവൂരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അത് നിരന്തര ഓട്ടമാണ്, ബിസിനസ്സാണ്, വലിയ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. ബാങ്ക് ബാലൻസ് ഇല്ലേ? തട്ടിമുട്ടി പോകുന്നു മാത്രമേ ഉള്ളൂ. തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ. ശരി. യൂണിയൻ കൂലിയൊക്കെ ഭയങ്കര കൂലിയായിട്ട് ആളുകൾക്ക് നല്ല കൂലി കൊടുക്കുന്നത് നല്ലതല്ലേ? ആളുകൾ അവരും അതല്ല നമുക്ക് സന്തോഷമുള്ള കൊടുക്കുന്നത്. ഏതായാലും 2025 നമുക്ക് പുതിയ പ്രത്യാശകളൊക്കെ ഉണ്ടാക്കാം. ശ്രീ ഉമേഷിന് ഈ കേസിൽ എന്ത് പറയാനുണ്ട്? ഞാൻ സാറേ കിരണായിരുന്നു ഫസ്റ്റ് ടൈം. ഇന്നലെ ഞാൻ 10 മിനിറ്റോളം ലാസ്റ്റ് നിന്നിട്ട് പോയതാട്ടോ. പിന്നെ സാറേ ഒരു സങ്കടമില്ല. അതുപോലെ നമ്മൾ ഞെട്ടിച്ച് നമുക്ക് സങ്കടകരമായ ഒരു വാർത്ത വന്നുകൊണ്ടാണ് നമ്മൾ അതിലോട്ട് പോയത്. ആദ്യം നമ്മുടെ ഗായകനായ ജയചന്ദ്ര സാറിന് ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. എനിക്കത് പറഞ്ഞത് ആ പെൺവീര് നമ്മുടെ ഒരു കേരളത്തിന്റെ അഭിമാനമായ ഒരു പെൺകുട്ടി. അങ്ങനെ കടന്നു വരണം. മിടുക്കികളായ പെൺകുട്ടികൾ പേടിക്കരുത്, ആരെയും പേടിക്കരുത്. ഇതുപോലെയുള്ളവനെയൊക്കെ മുട്ടുകുത്തിക്കണം. ഇതുപോലൊന്നല്ല, ഈ പെൺകുട്ടികൾക്കെതിരെ ആര് പറഞ്ഞാലും അവനെ മുട്ടുകുത്തിക്കണം, അവനെ ജയിലിലടക്കണം. അതുപോലെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ സാറ്, മുഖ്യമന്ത്രിയും കൂടെ ആയ പിണറായി വിജയൻ സാറെ ഇപ്പൊ എടുത്ത നല്ല 2-3 തീരുമാനം എടുത്തു. അൻവറിനെ അകത്താക്കി ഇതും എല്ലാം. അതുപോലെ പറഞ്ഞപ്പോൾ കോടതിയാണ് ഈ കഴിഞ്ഞ കാലത്തായിട്ട് ഉണർന്ന് നല്ലപോലെ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കണം. ഇങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ കേരളത്തിലെ ഈ അഹംഭാവം പിടിച്ച ഈ ധിക്കാരം പിടിച്ചവന്മാരെ ഈ ഞരമ്പ് രോഗികൾ നമുക്ക് നിലക്ക് തീർക്കാനൊക്കെയുള്ളൂ. ഒറ്റ കാര്യമാണ് അനീറോസിനോട് ഒരു ബഹുമാനമായിട്ട് ഒരു അപേക്ഷയുണ്ട്. ഇന്നലെ നമ്മുടെ അവനെ എതിരെ ഒരു ഫേസ്ബുക്ക് ഇട്ടത് അവനെ അത്യാവശ്യമാണ്. അവനെ കാലവാരി അടിക്കുന്നവനാണ്. ചാലി വന്നില്ല പെണ്ണുങ്ങൾ അപേക്ഷിക്കുന്നവൻ. എന്നാ വാരിയത് അവന്റെ പേര് പറഞ്ഞു. പക്ഷെ അതിനകത്ത് അമ്പലത്തിനെ പൂജാരി ഓട്ടിച്ചോണ്ടാ പറഞ്ഞത്. അത് മോശമായിപ്പോ. അങ്ങനെ ഒരു അമ്പലത്തിലെ പൂജാരി ആയിരുന്നെങ്കിൽ ആകാഞ്ഞ് നന്നായിന്ന് പറഞ്ഞു. തന്ത്രി കുടുംബത്തിലെ അംഗമായത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഏതായാലും പൂജാരി വേറെ, തന്ത്രി വേറെ. അമ്പലത്തിന് അതിലേക്ക് വരേണ്ട. ഏതായാലും താങ്കളുടെ ഈ വാക്കുകൾ എനിക്ക് തോന്നുന്നു ഹണി റോസ് കേൾക്കുകയാണെങ്കിൽ അവരതിന് ഉചിതമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞാനും വിചാരിക്കുകയാണ്. വേറെ ആളുകളും കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ ഉമേഷ് പാല. നമുക്ക് ഇനിയും സംസാരിക്കാം. താങ്കൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അതുകൊണ്ട് നമുക്ക് സ്ഥിരമായി സംസാരിക്കാം. അഷ്റഫ് മലാർ പറയുന്നു ഇപ്പോൾ IPO ബോബി എന്താണെന്ന് എനിക്ക് അത് മനസ്സിലായില്ല. സഭ്യത വാക്കിൽ മാത്രമല്ല എന്ന് പറയുന്നു അക്ഷര ചൈത്രം. അതെ, സഭ്യത വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഒക്കെ എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. നീതിക്കൊപ്പം എന്ന് പറയുന്നു നൗഫൽ കരുങ്ങാടൻ. അതുപോലെ ശ്രീത്ത് പറയുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നത് ഒരു ബൈബിൾ വചനമാണ്. പാപം ചെയ്യാത്തവർ ആരെ കല്ലെറിയട്ടെ? ബോബി ചെമ്മണ്ണൂരിനെ കല്ലെറിയട്ടെ എന്നാണോ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മളാരും അദ്ദേഹത്തെ കല്ലെറിയുകയില്ല. നമ്മുടെ സമൂഹത്തിലെ ഒരു കോടതി അതിനനുസരിച്ചുള്ളൊരു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. നമ്മൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ നമുക്കും തിരുത്താം. പാപം ചെയ്തവർക്കും തിരുത്താം, പാപം ചെയ്യാത്തവർക്ക് ആ പാപം ഒഴിവാക്കിയും മുന്നോട്ട് പോകാം.
പോളണ്ട് വർക്ക് ചെയ്തത് 4 മാസം മുമ്പ് നടന്ന കേസ് ഇപ്പോൾ കൊണ്ടുവന്ന കേസ് കൊടുക്കുന്നത് വളരെ മോശമല്ലേ എന്ന്. അത് എനിക്ക് ഈ പോളണ്ടിൽ നിന്നുള്ള വർക്കിയോട് എനിക്ക് വളരെയധികം യോജിപ്പുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നടപടികളിലേക്ക് നീങ്ങുക, അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ എന്നതാണ് ശരിയായ ഒരു കാര്യം. അത് ഒരുപക്ഷെ ഓരോരുത്തരുടെ മറ്റു ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് അപ്പോൾ തന്നെ അതിന് പ്രതികരിക്കുക എന്നുള്ളതാണ്. അക്ഷര പറയുന്നു പ്രവൃത്തിയും സഭ്യമാകണം എന്ന്. ആരുടെ പ്രവൃത്തിയാണ് ഇവിടെ സഭ്യമല്ലാത്തതെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ പ്രവൃത്തിക്ക് വലിയ സഭ്യത കുറവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃഷ്ണദാസ് പറയുന്നു ഒരു ഭരണകക്ഷി അവരുടെ അണികളോട് പറയുന്നു നിങ്ങൾ മദ്യപിച്ചോളൂ, പാമ്പാകാതിരുന്നാൽ മതി എന്ന്. ഇത് ചർച്ച ചെയ്യണ്ടേ എന്നാണ്. അത് ഇപ്പോൾ ഒരു പാർട്ടി അവരുടെ പ്രവർത്തകരോട് മദ്യപിച്ചോളാൻ പറയുന്ന അങ്ങനെയല്ല സത്യത്തിൽ പറഞ്ഞത്. മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. പക്ഷേ അപ്പോൾ ഒരാൾ നിർബന്ധമായും മദ്യപിക്കണമെന്ന് പറയുമ്പോൾ അത് തടയാൻ നിയമപരമായി ഒരു പക്ഷേ പാർട്ടിക്ക് കഴിയില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്ന് അവർ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു അതിന് പറ്റിയൊരു സ്ഥലത്തിരുന്ന് മദ്യപിക്കുക, അല്ലാതെ ഇങ്ങനെ 4 കാലിൽ നടക്കരുത് എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. നമുക്കറിയാലോ ശ്രീ ബിനോയ് വിശ്വത്തെയൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് അവരുടെ നിലപാടുകൾ ഏതാണ്ട് അതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ആവശ്യം പോലെ മദ്യപിച്ചോളൂ എന്ന് CPI പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് എന്നോട് ചോദിക്കുന്നു ഷിനി വിനോദ്. സ്വാഭാവികമായും ഒരു വലിയ പരിധിവരെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന ആളുകൾക്ക് നീതി ഉറപ്പാക്കാൻ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ ഗോവിന്ദചാമിയുടെ കാര്യത്തിലായാലും മറ്റു പലരുടെ കാര്യത്തിലും ഈ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശിക്ഷ ഇത് പോരെ മതിയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ച് കൂടുതലാകണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടാകാം. ഏതായാലും അതിലൊക്കെ സമൂഹവും സംവിധാനവും ഈ നിയമ നിർവഹണത്തോടൊപ്പം നിൽക്കുക എന്നതാണ് അതിൻ്റെ കൂടുതൽ ശരി. ഞാൻ കൂടുതൽ ആളുകൾ യൂട്യൂബിൽ കമൻ്റ് ഉണ്ട്, ഞാൻ അവരിലേക്ക് വരാം. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നു. റെജി കണ്ണൂരിൽ എവിടെയാണ് താമസിക്കുന്നത്? ചക്കരക്കല്ല്. ചക്കരക്കല്ല് എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു സ്ഥലമാണ്. ശ്രീ രജിക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ കോടതി നടപടികളിൽ? അപ്പോൾ സാറേ ഇത് 3 ദിവസം കൂടുതലായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യണ്ട. അപ്പൊ അങ്ങനെ അത് വല്ലാതെ വേദനിക്കുന്നു ശ്രീ. വേദന എന്തിനാ സാറേ? വേദന ഒന്നുമില്ല സാറേ. പിന്നെന്താണ് ഇതിലൊരു വിഷയം? ഒരു നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട നടി ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ അത് ചർച്ച ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വിഷമം തോന്നേണ്ട കാര്യം എന്താ? പിന്നെ അതായത് സാറേ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നതാണ്. അതായത് വേറെ ഒരു ദിവസങ്ങളിൽ ഇത് കൊടുക്കാമായിരുന്നു. ഇന്ന് കൊടുക്കേണ്ട ഒന്ന് അല്ല, അത് നമ്മൾ ഇന്നലെ തൊട്ട് വാർത്ത കൊടുക്കുന്നുണ്ട്, ഇന്നും ആ വാർത്ത കൊടുക്കുന്നുണ്ട്. അത് പൊതുവേ ചർച്ച ചെയ്യേണ്ട കാര്യമാണോ എനിക്കറിയില്ല. പിന്നെ വയനാട്ടിന്റെ പ്രശ്നം നമ്മൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ടെന്നേ, വാർത്തകളൊന്നും കൊടുക്കാതിരിക്കുന്നില്ല. ഇത് ഇന്ന് ഹൈക്കോടതിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. ഹൈക്കോടതി പിന്നെ സാറേ പിന്നെ പെരിയയിലെ വിധി വന്നില്ലേ 4 ആളെ ഇങ്ങനെ ഒഴിവാക്കി, അതെല്ലാം കൊടുത്തു. അതൊക്കെ നമ്മൾ എത്രയോ തവണ പെരിയ കേസ് ചർച്ച ചെയ്ത് ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച് അതിനെ ചൊല്ലി വലിയ CPM പ്രവർത്തകർ എനിക്കെതിരെ ഫേസ്ബുക്കിൽ കടന്നു വന്ന് കമന്റൊക്കെ ഇട്ട് അങ്ങനെ ഒട്ടനവധി അതൊക്കെ വലിയ തോതിൽ പെരിയ ചർച്ച ചെയ്തതുപോലെ ഒരു വിഷയം. എന്റെ രജി ഇത് എന്തെങ്കിലും പറഞ്ഞ് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്, ഞാൻ സമ്മതിക്കില്ല. അല്ല, അങ്ങനെ അതെല്ലാം തുടർച്ച പെരിയ കേസ് നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാരണം അതിൽ വേറെ ഒന്നും കൊണ്ടല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ന്യൂസ് 18. അതിനോടൊപ്പം പൊതുവേദി, അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അതൊക്കെ ഞങ്ങൾ ഇത് ഇപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആളുകളെ അത് വേദനിപ്പിക്കുന്നെങ്കിൽ ഇത് കൂടുതൽ ചർച്ച ചെയ്യാനാണ് തീരുമാനം. അതിൽ ശ്രീ രജി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു രജി ശരി, ഏതായാലും ചെറിയൊരു ഇടവേള എനിക്ക് ആവശ്യമായി വരും. അതിനിടയിൽ 2 പേരുടെ കമൻറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. ബോച്ച് ജയിലിൽ നിന്ന് ഇറക്കട്ടെ, ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ. എല്ലാ ചാനലുകളും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് സുനീർ M പറയുന്നത്. ഏതായാലും സുനീർ എമ്മിൻ്റെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ചാനൽ ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നു.
യെസ്, പൊതുവേദി തുടരുകയാണ്. സീനറ്റ് പറയുന്നു ജസ്റ്റിസ് ഫോർ വിമൻ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തുന്നു. ജസ്റ്റിസ് സ്ത്രീകൾക്ക് അത്യാവശ്യമാണ്. അത് നമ്മുടെ നാട് അത് ഉറപ്പാക്കുമെന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. അഷ്റഫ് മലാർ എന്നോട് ചോദിക്കുന്നു, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുമോ സാർ? അത് സത്യത എനിക്കറിയില്ല. ചൊവ്വാഴ്ച ഹൈക്കോടതിയുടെ മുന്നിൽ ഈ കേസ് വരുമ്പോൾ നിയമവിദഗ്ധരായ ആളുകൾ അത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ പറയും. ഒപ്പം കോടതിക്ക് സ്വാഭാവികമായ വിഷയം രണ്ട് ഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ടതിന് ശേഷം ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകും എന്നുള്ള ആണ് പറയുന്നത്. ഇത് അബ്ദുൾ നാസർ കെ പി പറയുന്നു, ഈ ഡ്രസ്സ് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, മാന്യമായി നടക്കുന്ന സ്ത്രീകളെ ബോച്ച വല്ലതും പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് അബ്ദുൾ നാസർ കെ പി ആണ്. അബ്ദുൾ നാസർ കെ പിക്ക് അടിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. സൗമ്യ ആനി തോമസ് മാന്യമായ വസ്ത്രം ധരിക്കാഞ്ഞിട്ടാണോ കടയിൽ നിന്ന് ഒരു സ്ത്രീയോട് ബോച്ച വേണ്ടാത്തത് പറഞ്ഞത്. അപ്പോൾ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടക്കുന്നുണ്ട് നമ്മുടെ പൊതുവേദിക്കകത്ത് തന്നെ. ജയകുമാർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ, അദ്ദേഹം പറയുന്ന ഏറ്റവും സത്യസന്ധനും മാന്യനുമായ ഒരു നേതാവാണ് ബിനോയ് വിശ്വം എന്ന്. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അദ്ദേഹം നമുക്ക് അറിയാവുന്ന തരത്തിൽ സത്യസന്ധനാണ്, ഒപ്പം ഒരു നല്ല രാഷ്ട്രീയ നേതാവ് കൂടിയാണെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇത് ബോച്ചയുടെ ഫസ്റ്റ് ടൈം അല്ല എന്ന് ആനി തോമസ് പറയുന്നു. അയാൾക്ക് ഒരു ഹണി റോസിനെ മാത്രമല്ല നിരവധി പേരെ പറഞ്ഞിട്ടുണ്ട്. സലീന പക്ഷേ ബോച്ചയെ പിന്തുണയ്ക്കുന്നു. ഷിയാസ് കെ ആർ പറയുന്നു, ഹണി റോസ് പർദ്ദയിട്ട് പോകണമായിരുന്നോ ബോച്ചയുടെ മുന്നിൽ എന്നാണ് ഷിയാസ് ചോദിക്കുന്നത്. ഏതായാലും കൊല്ലത്ത് നിന്ന് രാജൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, നമ്മൾ സംസാരിച്ചിട്ട് കുറേ ദിവസം ആയോ? എന്നെ മറന്നു സാർ. ഞാൻ ഈ പൊതുവേദിയിൽ വിളിക്കുന്ന ആരെയും മറക്കാറില്ല. ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായി ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഇവിടെ പൊതുവേദിയിൽ സ്ഥിരം വിളിക്കുന്ന ഒരു മോഹൻദാസ് ഉണ്ടായിരുന്നു, ആലത്തൂരുകാരൻ. അദ്ദേഹത്തെ ഇപ്പോൾ കുറേ മാസങ്ങളായി കാണുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുക, അദ്ദേഹത്തോട് പരിചയമുള്ള ആരെങ്കിലും ആലത്തൂരുകാരുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന്. പക്ഷേ ശ്രീ രാജനെ ഒരിക്കലും മറക്കില്ല. അങ്ങ് പൊതുവേദിയുടെ അവിഭാജ്യ ഘടകമാണ്. സ്വന്തക്കാരും ബന്ധക്കാരും എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം അറിയാം. ശരി. പിന്നെ 3 ദിവസം നമ്മൾ ചർച്ച ചെയ്തത് പി ദിവ്യ നവീൻ ബാബുവിന്റെ പ്രശ്നം ചർച്ച ചെയ്തത്. അത് ശശിധരൻ വയലാർ മറന്നു. അതാ പി ദിവ്യ എപ്പോഴാ തൂക്കിക്കൊല്ലുന്നതെന്നൊന്ന് പറയണം. എന്നിട്ട് കാരണം അന്ന് പലരും ആവശ്യപ്പെട്ടായിരുന്നു കൊല്ലണമെന്ന്. എന്നിട്ട് പിന്നെ വേറൊരു സംഗതി, ഈ ബോച്ചെ എഴുതി ഞാൻ ഇന്നലെയാ വായിച്ചത്. കാരണം ഇംഗ്ലീഷിൽ എഴുതുമ്പോ അതൊരു മോശമായിട്ടാ തോന്നുന്നത്. കുന്തി ദേവി എന്നുള്ള ഇംഗ്ലീഷ് ഒന്ന് എഴുതും, അതൊരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇയാള് ഏതായാലും കോടതി ഒരു ശക്തമായ നിലപാടെടുത്തെന്ന് ശ്രീ രാജന് തോന്നുന്നുണ്ടോ? ഒരു മിനിറ്റ്, പണ്ട് പിന്നെ അച്യുതാനന്ദൻ ഇയാളെ പിടിക്കാനും പിന്നെ ജയിലിലിടാനും ഒക്കെ നോക്കിയപ്പം അവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് ഇയാളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് മാത്രമല്ല, അന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് ഇയാൾ ഫണ്ടൊക്കെ കൊടുത്തുള്ളൂ. ഇയാൾ ഒരു കോൺഗ്രസ് സപ്പോർട്ടറാ. ഈ CPM-നെ കോൺഗ്രസുകാരെ കൈ കിട്ടുമ്പോ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ സ്വഭാവം. അതുപോട്ടെ, ഈ വളരെ നല്ലൊരു നീതിവാനുമായ ഒരു മനുഷ്യനാണ് ബോച്ച. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ ഒരുപാട് പറ്റിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കഥകളൊക്കെ ഇപ്പം വെളിയിൽ വരാൻ പോകുന്നേ ഉള്ളൂ. 25 കോടിയുടെ സമ്മാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് കൊടുക്കും എപ്പോ കൊടുക്കുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും വളരെ പിന്നെ പോളണ്ടിലെ പുള്ളി പറഞ്ഞത്, ശ്രീനിവാസൻ പറഞ്ഞ പോലെ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ലെന്ന് പണ്ട് പറഞ്ഞ പോലെ ഏതായാലും വളരെ ആൾക്കാർ ചിലരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, എതിർക്കാരുമുണ്ട്. പക്ഷെ എനിക്ക് ഹണി റോസിനെ കാണുന്നത് ഇഷ്ടമാണ്. കാരണം അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞ ഫാഷൻ ബിസിനസ് ആണ്. അവരുടെ ഫാഷനും അങ്ങനത്തെ രൂപം ഉള്ളതുകൊണ്ട് അവർ കച്ചവടം നടത്തി പോകുന്നത്. ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ 10 ലക്ഷം രൂപ ആരാ സാറെ കൊടുക്കുന്നത് വെറുതെ? അവർ ജീവിച്ചു പോട്ടെ, അവരവരെ കാര്യം. എനിക്ക് അവരെ കാണാൻ ഇഷ്ടമാണ്. എന്തായാലും ഞാൻ എന്റെ ഭാര്യയോട് പോലും പറയാറില്ല എനിക്ക് അവരെ കാണാൻ ഇഷ്ടമാണെന്നുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടുന്ന് ഇറക്കി വിടും എന്നെ. അപ്പൊ അങ്ങനെ നമ്മള് മനസ്സിലായല്ലോ സാറിന്? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സേതുമാധവൻ നായർ പറയുന്നത് കോടതി സ്ത്രീകളുടെ കാര്യം നോക്കണം എന്ന് പറയുന്നു. UR പറയുന്നു അടുത്ത നീക്കം നമുക്ക് ചൊവ്വാഴ്ച കാണാം എന്ന് പറയുന്നു. VK ശ്രീനിവാസൻ പറയുന്നു ബോച്ചെ കുറേ നാളായി ഇത് തുടങ്ങിയിട്ട് എന്ന് പറയുന്നു. സാലി ചോദിക്കുന്നു മൊട്ട അരുൺ കുടുങ്ങിയോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ ഡോക്ടർ അരുൺ കുമാറിനെ കുറിച്ചായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്വമേധയാൽ ഒരു വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. സൗമ്യ ആനി തോമസ് പറയുന്നു ഇത്
ബോച്ചയുടെ ഫസ്റ്റ് ടൈം അല്ല അയാൾ ഒരു ഹണി റോസിനെ മാത്രമല്ല പറഞ്ഞതെന്ന് നേരത്തെ പറഞ്ഞാണ്. ഒപ്പം കാസർഗോഡ് 124 പറയുന്നത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും, ദൈവമല്ല ഞാൻ മനുഷ്യനാണ് എന്ന്. തെറ്റുകൾ നമുക്ക് പറ്റാം കാസർഗോഡ് 124, പക്ഷേ ഈ നമുക്ക് തെറ്റുകൾ തിരുത്താനുള്ളൊരു മനസ്സുണ്ടായാൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, എക്കോ സേഫ് പറയുന്നത് ബോയ്ക്കോട്ട് ഓൾ ആക്ട്രസ് ഇൻ സിനിമാസ് എന്നാണ് പറയുന്നത്. അതൊക്കെ അതാണോ അതിൻ്റെ ശരിയായ രീതി, അതോ ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒഴിവാക്കുന്നത് അത് ബോയ്ക്കോട്ട് ചെയ്യുന്നതല്ലേ നമ്മുടെ എക്കോ സേഫ് കുറേ കൂടെ നല്ലത്? ബോച്ച ഒരു മാലിന്യമാണ് എന്ന് JNR പറയുന്നത്, അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ അദ്ദേഹത്തെയും അധിക്ഷേപിച്ച് പറയുന്നത്. അനിൽ രാജ് ചോദിക്കുന്നത് സാറിൻ്റെ രാഷ്ട്രീയം ഏതാണെന്നാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് പൊതുവേദിക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് നിരാകരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, മറ്റൊരു തരത്തിൽ ശബ്ദങ്ങൾ ഉയർത്താൻ കഴിയാത്ത മനുഷ്യരുടെ പക്ഷത്ത് നിൽക്കുക എന്നതാണ്. പൊതുവേദി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം എല്ലാ വാതിലുകളും മുട്ടി പരാജയപ്പെട്ടു എന്ന് ഉറച്ച ബോധ്യമുണ്ടായിട്ടും പരാജയപ്പെട്ടില്ലെന്ന് ഉദ്ഘോഷിക്കാൻ ഒരു മനുഷ്യന് കിട്ടുന്ന അവസാനത്തെ അവസരമായി പൊതുവേദി മാറി നിൽക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം. അതുപോലെ തന്നെ എല്ലാവർക്കും ബഹുമാനിക്കാനും പരസ്പര ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഒപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനും കഴിയുന്ന ഒരു സമൂഹം ഉണ്ടാകണമെന്ന രാഷ്ട്രീയമാണ് പൊതുവേദി ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് അനിൽ രാജ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കാനല്ല ഇവിടെ എത്തിയിരിക്കുന്നത്, മറിച്ച് നമുക്ക് കൂട്ടായി എല്ലാ പാർട്ടികളിലുമുള്ള പ്രശ്നങ്ങളും നന്മകളും ഒക്കെ ചർച്ച ചെയ്യുകയും അത് പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാകുക എന്നതാണ് ഇത്. രാജി പറയുന്നത് പ്രബുദ്ധ കേരളമാണ്, എല്ലായിടത്തും വിളിച്ചു പറയുന്ന മലയാളികൾക്ക് അപമാനമാണ്, ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നവർ. സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഏതായാലും ഈ സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപിക്കുക എന്ന് പറയുന്ന കാര്യത്തോട് ഒട്ടും യോജിക്കുന്ന ഒരാളല്ല. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ മുഴുവൻ സ്ത്രീകളുടെ ഒരു നേതൃത്വമാണുള്ളത്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മോളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് സ്ത്രീകളോട് ആളുകൾ മാന്യമായി പെരുമാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ 3 പേരും ഇപ്പോഴും പുറത്തു പോകുന്ന ആളുകളാണ്, മറ്റ് ജോലിക്കും ആവശ്യങ്ങൾ പഠനത്തിനുമൊക്കെ ആയിട്ട്. തോമസ് പറയുന്നു, വയനാട് കോൺഗ്രസ്സുകാരനും മകനും ആത്മഹത്യ ചെയ്യിച്ച് കോൺഗ്രസ്സുകാർ, IC ബാലകൃഷ്ണൻ മറ്റ് നേതാക്കളൊക്കെ ഒളിവിൽ പോയി, അത് ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഒരു ചാനലിന് സമയമില്ല എന്ന്. സമയമില്ലാതെയൊന്നും ഇല്ല തോമസിൻ്റെ ഇപ്പോൾ ഈ അഭിപ്രായം തന്നെ ഇവിടെ എനിക്ക് സധൈര്യം വായിക്കാൻ കഴിയുമെങ്കിൽ ഈ ഒളിവിൽ പോയ വാർത്ത ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതും ചർച്ച ചെയ്യാം. അതിൽ പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ന്യായീകരിക്കാൻ ഒരു കോൺഗ്രസ്സുകാരും വരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരനായ ഒരു വാർഡ് മെമ്പർ തന്നെ പറയുന്നത് ഇവർക്കെതിരെ നടപടിയെടുക്കണം എന്നതാണ്. ഷിബിരാജ് പറയുന്നു, എല്ലാവർക്കും ഒരേ നീതി നടപ്പിലാക്കാൻ കോടതിക്ക് കഴിയട്ടെ എന്ന് പറയുന്നു. പത്മനാഭൻ പറയുന്നു, ഇവരുടെ ആശാൻ ഇടുക്കിയിലുണ്ട്, അയാളെ പിടിക്കാൻ പോലീസിന് മുട്ട് വിറയ്ക്കും എന്നാണ് പറയുന്നത്. പെരിയ കേസ് മാസങ്ങൾ ചർച്ച ചെയ്തു കേരളത്തിലെ മാധ്യമങ്ങൾ എന്നാണ് തോമസ് മാത്യു പറയുന്നത്. പെരിയ കേസ് ചർച്ച ചെയ്ത് എന്നതാണ് ഞാനും പറഞ്ഞത്. വിക്രമനാണ് അടൂരിൽ നിന്ന് നമുക്ക് ചേരുന്നത്. ശ്രീ വിക്രമൻ, ദയവായി ക്ഷമിക്കണം, ഈ യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് സമയം എടുത്തത്. ശ്രീ വിക്രമൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഏതായാലും അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ കോടതി ഇങ്ങനെ പറയുകയാണ്, ഇത് ചൊവ്വാഴ്ചയ്ക്ക് പരിഗണിച്ചാൽ മതി, ഇനി കോടതി ജയിലിൽ അല്ലെങ്കിൽ ഇനി മേലാൽ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ സൂക്ഷിക്കണം എന്ന് സമ്മതിക്കാം എന്ന് അഭിഭാഷകനും പറയുന്നു. ഇതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നാണ് ശ്രീ വിക്രമൻ കരുതുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള, ഈ പൊതുവേദിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഭാവഗായകൻ T. ജയചന്ദ്രൻ കുടുംബത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കാം. ആദ്യമായി പറയാനുള്ളത്, പിന്നെ ഇന്നത്തെ കോടതി പരാമർശം കേട്ടിട്ടുള്ള കാര്യം ചൊവ്വാഴ്ച ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇതുപോലുള്ള കോടതി വേണം നമ്മുടെ നാട്ടിലെ നീതിന്യായങ്ങൾ നടത്താൻ. ഇതുപോലെ സത്യത്തോടു കൂടി നിൽക്കുന്നത് വേണം ചെയ്യണം. പിന്നെ മറ്റൊന്ന്, സാറ് നേരത്തെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു സാറിനോട്, ഇതേ ഉള്ളൂ ചർച്ച ചെയ്യാൻ. എന്നാൽ സാർ പറഞ്ഞു വേറെ എന്താണ് ചർച്ച ചെയ്യാനുള്ളത് സാർ ചോദിച്ചു. പിന്നെ നമ്മുടെ വിജയൻ ചേട്ടന്റെ മകനെ ഒഴിവാക്കിക്കൊണ്ട് ബാങ്കിലേക്ക് മറ്റൊരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത CI ബാലകൃഷ്ണന്റെ ഒരു കത്ത് പുറത്തു വന്നു. അതിനെപ്പറ്റി ചർച്ച ചെയ്യണമായിരുന്നു. അതാ സാറിന് എന്താണെന്ന് ചോദിച്ചോടെ ഞാനത് പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, അതായിരുന്നു ഇതിനേക്കാൾ ഒരു സംഭവം. ഇന്ന് നമ്മളിത് നിരവധി തവണ ഈ കേസ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് വയനാട്ടിലെ. ആ കേസിൽ ഇന്നും ആളുകൾ അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. അത് നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം, അങ്ങ് ഭയപ്പെടണ്ട, നമുക്കത് സജീവമായി ചർച്ച ചെയ്യാം. ആയിക്കോട്ടെ പറയാം. മറ്റൊന്ന്, വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പണ്ടൊരു
മനോരമയിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നപ്പോ റേഡിയോ പൊട്ടിച്ചൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു പണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ ഈശ്വറിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കേട്ടാൽ ടി വി തല്ലി പൊട്ടിച്ചെന്ന് തോന്നുന്നു. ദയവ് ചെയ്ത് ഈ രാഹുലിനെ ഇങ്ങനെയുള്ള ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതിരിക്കാവോ? അതാണ് എനിക്കൊന്ന് പറയാം. ഒരു കാര്യം. മറ്റൊന്ന്, ഈ അണിറോസ് പണ്ട് ചെയ്തൊരു കാര്യം രാഹുലിനും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ. അങ്ങനെയല്ല, അതല്ല വരണ്ടേ. രാഹുൽ ഈശ്വർ പറയുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിനുള്ള മറുപടി അയാൾ ഒരേ ഒരു സ്ത്രീവിരുദ്ധത മാത്രമാണ് സംസാരിക്കുന്നത്. അതെ. പിന്നെ മറ്റൊന്ന്, ഈ അണിറോസ് പണ്ട് ചെയ്ത കാര്യം നമ്മുടെ അതിജീവിതയുടെ ഒരു കേസിൽ കച്ചേരാൻ പോയ അറിയാവോ? ദിലീപിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. സാറിനറിയോ? അത് എല്ലാവരും വന്നാണ്. പിന്നെ ഈ അതിജീവിയുടെ കേസിൽ കക്ഷി ചേരാൻ അണിറോസ് പോകുന്നു. എന്തിനാ? സാക്ഷിയല്ലാത്ത അണിറോസ് എന്തിനാ അത് കക്ഷി ചേരാൻ പോയ? ദിലീപിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പൊ അവരോർക്ക് വരുമ്പോ അവരോര് എന്നെ പോലാണ് മറ്റൊന്ന് ചിന്തിക്കണമായിരുന്നു ഈ അണിറോസ് അന്ന്. ഇപ്പൊ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ വോട്ട് ചെയ്ത തെറ്റ് 100% തെറ്റ്. നമ്മുടെ പിന്നെ അമ്മയോ പെങ്ങളോ മകളോ ആണെങ്കിൽ നമ്മളിങ്ങനെ ഈ രീതിയിൽ സംസാരിക്കില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇതേ ശ്രീ വിക്രമൻ അടൂരാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാണ്. ഞാൻ ശ്രീ ഇതേ മുരളിയിലേക്ക് വരാം. ഇവിടെ 1-2 ആളുകൾ കോടതികൾ ബോച്ചയുടെ കാര്യം അമിതാവേശം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം പറയുന്നു. ബാബുരാജ് ഇ പി അമിതാവേശം കാണിച്ചില്ല എന്നുള്ളതാണ്. കോടതി ചോദിച്ചത് ഇതിപ്പോൾ അമിതാവേശത്തോടെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ചൊവ്വാഴ്ച സാധാരണ നടപടിക്രമം പോലെ നടന്നോട്ടെ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല കോടതിയുടെ അഭിപ്രായം. ഷിജു CP പറയുന്ന അങ്ങേക്ക് രാഷ്ട്രീയമില്ലെങ്കിൽ 2-3 ദിവസം വയനാട് ചർച്ച ചെയ്യും, ഒരാഴ്ചക്കാലം PP ദീപിയെ കൊല്ലാക്കൊല ചെയ്തതല്ലേ എന്നാണ്. വയനാട് നമ്മൾ ഒരാഴ്ചക്കാലം ചർച്ച ചെയ്തതാണ്. നമുക്ക് ഇനിയും ആ വിഷയം ചർച്ച ചെയ്യാം. അതിൽ നമുക്കൊരു കടുത്ത നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും അതിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. അത് വയനാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു മടിയുമില്ല. ഒരു KPCCയെയോ അല്ലെങ്കിൽ ഒരു വയനാട് DCCനെയോ ഒന്നും പേടിക്കേണ്ട ഒരവസ്ഥ ഇപ്പോൾ തൽക്കാലം പൊതുവേദിക്കില്ല. അത് ശ്രീ ഷിജു CP പറയുന്നതിനോട് ഞാൻ അങ്ങേയറ്റം യോജിക്കുന്നു. നമുക്കത് ചർച്ച ചെയ്യാം. അതുപോലെ ഉമ്മനും 4 മക്കളും പറയുന്നു ശരിക്കും കാണണമെന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും കാണിക്കുന്നുണ്ട്. എന്താണ് ശ്രീ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതയം മുരളി, ശ്രീ ഇതയം മുരളി, നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഇന്നലെ നമ്മൾ കാര്യമായി തർക്കിച്ചു, ചർച്ച ചെയ്തു. ഇന്ന് കോടതി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല. എന്തു തോന്നുന്നു? സാറേ, ഇത് ഇദ്ദേഹത്തിന്റെ ഈ കേസായിട്ട് ഫോളോ അപ്പിംഗ് ആയിട്ട് പൊതുവേദി കൊടുക്കുന്നത് ഒരു തരത്തിൽ നല്ലതാ. പറയാനുള്ള കാര്യങ്ങൾ തുടർന്ന് പറയാനുള്ള അവസരം കിട്ടുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ ഈ പ്രൈം ഡിബേറ്റിനകത്ത് രാമപ്രസാദ് എന്ന ഒരാള് ഈ രാഹുൽ ഈശ്വറെ പൊതു ശല്യം എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ട് അതൊക്കെ ഒരു ഇത്തരം ഈ പിന്നെ ജോബി ചെമ്മണ്ണൂരിന്റെ കുറ്റം പറയുന്ന ഒരാള് എന്തിനാണ് മറ്റൊരു വ്യക്തിയെ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്? അയാൾക്ക് എന്താണ് അധികാരം? ശരിയല്ലേ? എനിക്ക് അറിയാവുന്ന ആളാണ് ഷാബു പ്രസാദ്. സാധാരണഗതിയിൽ അദ്ദേഹം വളരെ മിതഭാഷിയാണ്. ഇത് എവിടെയാണ് പറഞ്ഞത്? ഞാൻ എന്റെ ശ്രദ്ധ വിട്ടുപോയൊരു സമയത്തായിരിക്കാം. നമുക്ക് നോക്കാം. അങ്ങനെ സാധ്യത കുറവാണ്. എല്ലാവരും അവിടെ അതിന്റെ ആങ്കർ പിന്നെ ഇരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത് തന്നെ രാഹുൽ ഈശ്വറെ പോലെയുള്ള പൊതുശല്യങ്ങളെന്ന്. അപ്പൊ അതിനകത്ത് പായ്ച്ചറ നവാസ്, തിരുവനന്തപുരത്തുള്ള പൊതുപ്രവർത്തകനായ പായ്ച്ചറ നവാസ് കൊണ്ട് എല്ലാരെയും കൂടെ ഉദ്ദേശിച്ചാണ് ശ്യാമപ്രസാദ് അങ്ങനെ സൂചിപ്പിച്ചത്. അതൊരു വേണ്ടാത്ത ഉപയോഗം, ഞാൻ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാം. എനിക്ക് പ്രയോഗമാണ് അതൊക്കെ. അദ്ദേഹം എനിക്ക് വളരെ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയത്തിനപ്പുറം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ ബഹിരാകാശ ശാസ്ത്രത്തെ പറ്റിയൊക്കെ നല്ലവണ്ണം ഗ്രാഹ്യമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നല്ലൊരു പ്രതികരണമാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ശ്യാമപ്രസാദിനെ കുറിച്ചാണോ സാർ പറയുന്നത്? അതെ അതെ അതെ, ശ്യാമപ്രസാദിന് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെങ്കിലും അയാൾ വ്യക്തിപരമായിട്ട് പ്രവർത്തകനെ ആക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിക്കാം, ഞാനതൊന്ന് അന്വേഷിക്കട്ടെ, നമുക്കൊന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാം. ഇതേപോലെയുള്ള അബദ്ധങ്ങളാണ് ഈ പിന്നെ ജോബി ചെമ്മണ്ണൂരിനും പറ്റിയിട്ടുള്ളത്. ജോബി ചെമ്മണ്ണൂരിനും പറ്റിയിട്ടുള്ളത്. കാര്യം പൊതുശല്യം എന്ന് പറയുമ്പോ ആ വാക്കിന് ഒത്തിരി അർത്ഥം കൂടുതലുണ്ട്. പിന്നെ നമ്മളെ ഈ ടിവിക്ക് പുറത്ത് ടിവിയുടെ പരിപാടി കേട്ടോണ്ടിരിക്കാണ്ട് നമുക്ക് അനങ്ങാതിരിക്കാനേ കഴിയുന്നുള്ളൂ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ശ്രീ, എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ശ്രീ രാഹുൽ ഈശ്വറിനെ നേരിട്ട ആ ഒരു പ്രശ്നത്തിന് പ്രതിരോധവുമായി ശ്രീ ഇതയം മുരളി വന്നു. എനിക്ക്
പറയാനുള്ളത് അതൊരു നല്ല നീക്കമാണ്. കാരണം ഇത് ഇങ്ങനെയുള്ള തെറ്റുകൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഇന്ന് എന്റെ സംസാരത്തിൽ ഇച്ചിരി ശാന്തത കൈവരും. കാര്യം ഞാൻ നാഷണൽ ജനതാദളിന്റെ കുണ്ട്ര മണ്ഡലം കമ്മിറ്റി ഓഫീസ് നല്ലിലുള്ള ഓഫീസിൽ ഇരുന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ശല്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവിടെ നമ്മുടെ പ്രവർത്തകരൊക്കെ നമ്മുടെ പൊതുവേദി കാണുന്നുണ്ടോ നിങ്ങളുടെ പാർട്ടിയിലെ? ആ പാർട്ടിയിലെ ആൾക്കാരൊക്കെ കാണും. ഞാനിപ്പോ പിന്നെ ഇവിടെ ടി വി ഇല്ല, വീട്ടിലേ ഉള്ളു ടി വി. വീട്ടിൽ ഇരുന്നാൽ എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ ഒക്കത്തില്ല. അതെന്താ? അത് ഇവിടെ ആകുമ്പോ കുറച്ചുകൂടെ സ്വസ്ഥമായിട്ട് ആലോചിച്ച് മറുപടികൾ പറയാം, കാര്യങ്ങൾ പറയാം. വീട്ടിലിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് കിട്ടി. അല്ല, വീട്ടിലിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ആലോചിക്കാൻ പറ്റുന്നില്ല. അല്ല, വീട്ടിലിരിക്കുമ്പോ എങ്ങനെയായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ കയറി വരും അല്ലേ? അതെ, ശരിയാണ്. ഞാനും ഇപ്പം അതിൽ അംഗീകരിക്കും. കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും നമ്മൾ പൊതുവേദിയിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഭാര്യ പറയും നമുക്ക് പാല് കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം അവർ പറയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ആ ആവശ്യത്തിലേക്ക് ശ്രദ്ധ തിരിയും. അത് സ്വാഭാവികമാണ്. പാല് കഴിഞ്ഞെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. സംസാരിക്കുമ്പോഴേ എനിക്ക് സാറിന്റെ അടുത്ത് അഭ്യർത്ഥിക്കാനുള്ളത്, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികൾ കാണും. ആ കാര്യങ്ങളിലോട്ട് അങ്ങ് കടക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ സംസാരിച്ചാൽ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പൂർണ്ണമാകത്തില്ല. ശരി. പിന്നെ ഇപ്പൊ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് വാളയാറിലെ 2 പെൺകുട്ടികളെ അതിനീചമായിട്ട് CPM-കാര് ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് കോടതിയിൽ ചെന്നപ്പോൾ സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികൾക്ക് അനുകൂലമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതികളെ വെറുതെ വിട്ടൊരു ചരിത്രമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. CBI അന്വേഷണം വരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. അത് നമുക്ക് നോക്കാം, അത് വരട്ടെ. ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അത് കുറേ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. CBI കേസെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കതൊരു നീതി നടപ്പിലാകുമെന്ന് വിചാരിക്കാം. ഞാൻ ഉമ്മനും 4 മക്കളും എനിക്ക് ഹായ് അയക്കുന്ന, ഏതായാലും ഉമ്മയും 4 മക്കളും, ഉമ്മയ്ക്കും 4 മക്കൾക്കും എൻ്റെ പിന്നെ ഹായ് അങ്ങോട്ട് ഞാൻ തിരിച്ചു പറയുകയാണ്. നസീർ പറയുന്നത്, PC ജോർജിൻ്റെ പ്രസ്താവനയെ പറ്റി എന്താണ് പറയാൻ താങ്കൾക്ക് പേടിയെന്ന്. എനിക്ക് ഇത് ആളുകൾ ചോദിക്കുന്നതൊക്കെ ഇതിൽ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ എന്തോ പേടിച്ച് പറിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ PC ജോർജിനെയും IC ബാലകൃഷ്ണനെയും അതുപോലെ CPM-നെയും PP ദിവ്യയും ഒക്കെ പേടിച്ച് പറിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട്, ഇന്ത്യയിലെ മുഴുവൻ മലയാളികളോട്, ലോകത്തിൻ്റെ പല പോളണ്ടിൽ നിന്ന് വരെ ആളുകൾ പൊതുവേദിയിലേക്ക് വിളിക്കുന്നുണ്ട്. ഇത്രയും ആളുകൾക്ക് മുന്നിൽ 1 മണിക്കൂർ ഇങ്ങനെ വന്ന് തുറന്നു സംസാരിക്കാൻ തയ്യാറാകുന്ന ഞാനോ കിരൺ ബാബുവോ ഒക്കെ പേടിക്കുന്നവരാണ് എന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങൾ കരുതുന്നത്? എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവിന് പോലും ഇങ്ങനെ ഒരു സംവാദത്തിന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് വന്ന് നിൽക്കാൻ എത്രമാത്രം കഴിയുമെന്ന്. അപ്പം ഞങ്ങൾക്ക് ആരെയും പേടിയൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഞങ്ങളെന്തോ പേടിച്ച് പറിച്ച് നടക്കുന്നവരാണ്, പേടിപ്പനി പിടിച്ച് ആശുപത്രിയിലായവരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അതൊന്നും ശരിയല്ല. അതുൽ ഫ്രാൻസിസ് പറയുന്നു മേ ഓൾ ഗെറ്റ് ഈക്വൽ ജസ്റ്റിസ് എന്നാണ്. യെസ് അതുൽ ഫ്രാൻസിസ്, വി ആർ ഓൾസോ വെരി മച്ച് വിത്ത് യു. അതാണ്, എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ബാബുരാജ് EP ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, അതിലേക്കൊക്കെ വരാം. സ്വപ്ന സാമുവൽ പറയുന്നു സിനിമയിലും നടികൾക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാം. ഇതാണ് ശ്രീ സ്വപ്ന സാമുവലിനോട് എനിക്ക് പറയാനുള്ളത്. നമ്മളിങ്ങനെ ആളുകളെ നല്ല വസ്ത്രം ധരിപ്പിക്കണം, അവരിങ്ങനെ നടക്കണം, അവരങ്ങനെ നടക്കണം എന്ന് പറയാനൊക്കെ നമുക്ക് എന്ത് അധികാരം? ഈ നാട്ടിലൊരു നിയമമുണ്ട്, ആ നിയമം അവർ പാലിക്കുന്നു. ചില ആളുകൾ അവർ മുഴുവൻ ശരീരവും മറച്ച് നടക്കുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യം. ചില ആളുകൾ കയ്യും മുഖവും കാണിക്കുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യം. ചില ആളുകൾ ഫ്രോക്ക് ഇട്ട് നടക്കുന്നു, ചിലർ പാൻറ് ഇട്ട് നടക്കുന്നു, ചിലർ സാരി ഉടുക്കുന്നു, ചിലർ ചുരിദാർ ധരിക്കുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ ആളുകൾ കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ വിളിച്ചൊരാൾ പറയുന്നുണ്ടായിരുന്നു മുല്ലപ്പൂയും വെച്ച് നടക്കണം മലയാളികളല്ല എന്ന്. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ശ്രീ സ്വപ്ന, അത് നടപ്പിലാവുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട്. എല്ലാവർക്കും താല്പര്യമുള്ള പൊതു ആയിട്ടുള്ള ചില നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നടപടികളൊക്കെ ഉണ്ടായത്. അതനുസരിക്കാത്തവർക്ക് ആ നടപടികൾ നേരിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആളുകളെ ഇങ്ങനെ വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ ആളുകളുടെ വസ്ത്രം വലിച്ചു കീറാനോ ഒന്നും പോകുന്ന ഒരു ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് സ്വപ്ന സാമുവലിനോട് പറയാനുള്ളത്. റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ റഷീദ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ റഷീദുമായി സംസാരിക്കാം. ശ്രീ റഷീദ് ക്ഷമിക്കണം, കാരണം ഞാൻ ഈ യൂട്യൂബ് കമൻറ്റുകളൊന്ന് വായിക്കാൻ വേണ്ടിയാണ് താങ്കളെ കുറച്ച് നേരം ടെലിഫോണിൽ നിൽക്കേണ്ടി വന്നു എന്ന് എനിക്കറിയാം. ദയവായി ക്ഷമിക്കണം. ഏതായാലും പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിൽ താങ്കൾ അത് ക്ഷമിക്കും എന്ന വലിയ ഉറപ്പും എനിക്കുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ശ്രീ റഷീദിന് ഇന്നത്തെ ഈ കോടതി നടപടികൾ കാണുമ്പോൾ ഈ ജുഡീഷ്യറി ഈ വിഷയം, ബോച്ചെ വിഷയം അല്ലെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂർ വിഷയം
അത് ഒരു സാധാരണ കേസായി തന്നെ കാണുന്നുള്ളൂ എന്നൊരു സൂചനയാണോ ലഭിക്കുന്നത്? എനിക്ക് തോന്നുന്നു തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെ, അതൊക്കെ വലിയവൻ ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഈ നമ്മുടെ അനിറോസി ഏകദേശം ഒരു 3 സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനം ചെയ്ത ഉള്ളതാണ്. അനിറോസി 3 സ്ഥാപനങ്ങൾ, അത് അവര് കോടതിയിൽ പറഞ്ഞതുമാണ്. അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്തൊരു സംഭവം പിന്നീട് എന്തോ ഒരു പെശക് വാക്കിൽ, അതായത് ദ്വയാർത്ഥമുള്ള, അത് പുരാണങ്ങളിലൊരു കഥാപാത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഇതൊരു ക്ഷമാപണത്തിൽ തീരേണ്ട ഒരു ചെറിയ പ്രശ്നം. അത് നമ്മളെങ്ങനെയാ അത് പറയാം? അവര് ക്ഷമാപിക്കാൻ തയ്യാറല്ലെങ്കിലോ? ക്ഷമാപണത്തിൽ അല്ല, ഇപ്പം ക്ഷമാപണം പറഞ്ഞല്ലോ കോടതിയിൽ നിന്ന്. ഇനി മേലിൽ കോടതി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന ഈ അണി റോസ് നേരത്തെ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഇത് തുടരരുതെന്ന്. അപ്പൊ അന്ന് ഇത് കേൾക്കാതെ ഇപ്പൊ ജയിലിലായപ്പോൾ അങ്ങനെ ഒരു ടോക്ക് ഏതെങ്കിലും ചാനൽ വന്നതായിട്ട് അദ്ദേഹം അവര് പറഞ്ഞു ഇത് അവരുടെ മാനേജർ വഴിയും ബന്ധപ്പെട്ട ആളുകൾ വഴിയും ഇത് എനിക്ക് തോന്നുന്ന ഒരു തമാശ ഞാൻ പറയാം. തമാശയാണോ? ഇതൊരു തമാശയാണ്. ഇദ്ദേഹം ബേബിജമൻ മുമ്പ് ഒരു അവസരത്തിൽ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പല ഉദ്യോഗസ്ഥന്മാരോട് ഒരു ദിവസം ജയിലിൽ കിടത്തുവന്നു. അപ്പൊ അവര് പറഞ്ഞു തെറ്റ് ചെയ്യാത്തവരെ ജയിലിൽ കിടത്തുന്ന രീതി ഞങ്ങളില്ല, അത് പാടില്ല. അങ്ങനെ ഒരു അവസരത്തിൽ കർണാടകയിൽ ഒരു ജയിലിന്റെ അങ്ങനെ ഒരു സംഭവം വന്നപ്പോ അദ്ദേഹം 500 രൂപ കൊടുത്ത് ഒരു ദിവസം ജയിലിൽ കിടന്ന് ജയിലിന്റെ സംഗതികളൊക്കെ പഠിച്ച് നോക്കി താൻ ആഗ്രഹിച്ച സംഗതി നിറവേറ്റി എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ജയിൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി പലരും ആലോചിക്കുന്നുണ്ട്, പല ജയിലുകളിലും അതൊക്കെ ആലോചിക്കുന്നത്. ഞാനിരിക്കും കണ്ണൂർ ജയിലിൽ അതിൻ്റെ ജയിലിൽ ബാർബർ ഷോപ്പുണ്ട്, ചിക്കൻ കറി കിട്ടും, അവിടെ ചപ്പാത്തി വിൽക്കുന്നു, അങ്ങനെ ജയിലിൽ പച്ചക്കറി ഉണ്ട്, കോഴി വളർത്തുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ജയിൽ ടൂറിസം ഈ ആളുകൾക്ക് ഇതിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു കൗതുകം ഉള്ളൊരു സ്ഥലം. ഇത് എന്തോ ഇതിനകത്ത് നടക്കുന്നു, വലിയ കോട്ടയും മതിലും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്ത് പോയി താമസിക്കാൻ 500 രൂപ കൊടുത്ത് പോയിട്ട് താമസിക്കാൻ, ആ താമസം ആയിരിക്കില്ല ഈ താമസം. ഇത് ചിലപ്പോ പക്ഷെ ഒരു കാര്യം, ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നത്, അതൊരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. കാരണം ഇദ്ദേഹത്തിന് വലിയൊരു പബ്ലിസിറ്റി, ചെമ്മന്നൂർ ആ പരസ്യമുണ്ടല്ലോ, അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ കിട്ടാത്ത പരസ്യം 4 ദിവസമായി ചാനലുകൾ എല്ലാം, അത് ന്യൂസ് 18 ചാനൽ മാത്രം എല്ലാ ചാനലും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഈ വാർത്തയെ ചെമ്മന്നൂർ. അപ്പൊ അത് അദ്ദേഹത്തിന് ഒരു ബിസിനസ് കൂടി ഇതില് അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള ഒരു സംശയം കൂടി ഞാൻ പ്രകടിപ്പിക്കാം. ആയിക്കോട്ടെ, ഓക്കെ, ശരി. ഏതായാലും വളരെ വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് നസീർ താഴത്തിൽ പറയുന്നു പേടിയില്ല എന്ന് പറയുകയും ഞാൻ പേടിച്ച് പറിച്ച് നടക്കുകയും ചെയ്യുന്നത്. ഞാനിത് എനിക്ക് പേടിയില്ല എന്ന് പറയാനല്ലാതെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പിന്നെയും പേടിച്ച് പറിച്ച് നടക്കുകയാണെന്നാണ് നസീർ പറയുന്നത്. അങ്ങനെ അത്രയും വൈചിത്രരാകാൻ മാത്രം ഇവരൊക്കെ അത്ര ഭീകരന്മാരാണോ ശ്രീ നസീറെ? മൈ വേൾഡ് എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് ബോബിയെ ഇങ്ങനെ എതിർക്കുന്നത്, ആ സ്ത്രീയെ ഇങ്ങനെ താങ്ങി നടക്കുന്നത് എന്തിനാണ്? എല്ലാവരും അവരല്ലേ എൻ്റെ മൈ വേൾഡ്, ഈ സ്ത്രീ വളരെ മോശമായി നടക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നു എന്നതാണ് അതിലെ കാര്യം. പിന്നെ നമ്മൾ ഒരാൾ മോശമായി നടക്കുന്ന ഒരാളാണ് എന്ന് കരുതി നമുക്ക് അയാളെ ഒന്നും പറയാനുള്ള അധികാരമില്ല. അതിന് ഈ നാട്ടിലൊരു നിയമമുണ്ടല്ലോ. ഇനി മോശമായി നടക്കുന്ന ഒരാൾ വേറെ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവരങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഉള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ഉടനെ അവരെ അങ്ങ് ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ പറ്റി മോശം പറയുകയാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമുക്ക് നമ്മുടെ വഴിയെടുക്കുക. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവർ പലതരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്, നമുക്കിഷ്ടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടാവും. അവരെല്ലാം നമ്മൾ മാർക്കിടേണ്ട കാര്യം ഇല്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിൽ നിന്ന് നമ്മുടെ അവസാനത്തെ കോളറാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, സമയം വല്ലാതെ അതിക്രമിച്ചു, പക്ഷേ ശ്രീ ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കാൻ കഴിയില്ല. അതായത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അതുകൊണ്ട് തന്നെ താങ്കൾക്ക് പെട്ടെന്ന് പറയാം. ഞാൻ സ്വയം പോയതാണ്, മണിക്കൂറൊന്നായി, കുറെ നേരം കൊണ്ട് ഇതേ ഇരിപ്പിന്നെ. നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ നോക്കിയിരുന്നിട്ട് ഇപ്പൊ ഇത് ഇന്ന് തന്നെ 5-6 പേരാണ് സംസാരിച്ച് 1 മണിക്കൂർ സമയമാക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത്. ഇതിപ്പോ എത്ര സമയം കൊണ്ട് മൊബൈൽ പൊട്ടിത്തെറിക്കാറായി, പൊട്ടിത്തെറിക്കാറായിരുന്നു. അങ്ങനെ വിഷയം കൂടെ ഉണ്ട്. എന്താണ് ഈ മൊബൈൽ ഇങ്ങനെ കാത്തിരുന്നത്? എത്രയോ എന്ത് സമയം 1/2 മണിക്കൂറായി നോക്കി. ഇതില് നിങ്ങൾ ഇത് കമന്റ് വായിച്ചോണ്ടിരിക്കുന്നതല്ലാതെ കോൾ എടുക്കുന്നില്ലല്ലോ. കോൾ എടുക്കുന്നുണ്ട്, നമ്മളിതെല്ലാം കൂടി ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞാണ് ഒരു പോലുള്ളവർ, രാജൻ കൊല്ലം ഒക്കെ പറഞ്ഞത് 1 മണിക്കൂറാക്കി. ദീപു
പിന്നെയും ഇത് നമുക്ക് സമയം തികയുന്നില്ല എന്നുള്ള സാഹചര്യം. പിന്നെ സമയത്ത് കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ അവസാനം ഇനിയിപ്പോ എന്ത് പറയാനാണ്, അങ്ങനെ ഓടിച്ച് എല്ലാവരും കൂടെ ജയിലിലാക്കി, എന്നിട്ട് വിടുന്നില്ല. ജയിലിൽ കിടക്കുന്നവരെ വിടുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ കിടക്കണം, കിടന്നേ പറ്റൂ. ഇത് മറ്റുള്ളവന്മാർക്ക് ഒരു പാഠമാണ്. ഇത് കുറെ കാലമായിട്ട് എത്രയോ എണ്ണം ആത്മഹത്യ ചെയ്തിരിക്കുന്നു, എത്രയോ എണ്ണം സ്വന്തം വീട്ടിൽ പോലും മറ്റുള്ളവരെ മുഖത്ത് നോക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയില് പിന്നെ മൊബൈലിൽ കൂടെ പടച്ചു വിടുന്ന വൃത്തികേടൊക്കെ ഒരു കണക്കും കൈയുമില്ല. പിന്നെ ഉദ്ഘാടനത്തിന് വിളിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാന്നുള്ളത് തന്നെയാണ്. വിളിക്കുമ്പോഴേ പറയും വസ്ത്രം നീ ആവശ്യമില്ലാതെ വാരിക്കറ്റിട്ടുണ്ടെന്ന് വരല്, ആളുകൾ കൂടാനുള്ളതാണ്, അതുകൊണ്ട് ആവശ്യത്തിനൊക്കെ മതി എന്ന് പറഞ്ഞു തന്നെയാണ് വിളിക്കുന്നത്. അതിന് അവര് എക്സ്ട്രാ പൈസ കയറ്റി വാങ്ങിച്ചോളും. സത്യമാണത്. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും ശരി തന്നെ, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ഒരു ആവശ്യത്തിൽ കവിഞ്ഞ് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ള അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെയാണ് വിളിക്കുന്നത്. ഒരുപാട് മൊത്തം പറഞ്ഞിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടിയും കാണൂല. ചുരുക്കം പറഞ്ഞാൽ ഉദ്ഘാടനത്തിന്റെ പോച്ചയും കാണും, ആ വരുന്ന ആള് മാത്രം കാണും. പിന്നെ ഒരു ഈച്ച അവിടെ ഇത് കാണാൻ കാണുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇത് ഇന്ന് നമ്മളെ റോഡില് പിന്നെ സ്റ്റേജ് കെട്ടിയവന്മാരെ കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞേക്കണം. ഫെബ്രുവരി 10 നമുക്കത് അന്ന് വിശദമായി എടുക്കാം. എന്റെ പ്രിയപ്പെട്ട ഗായകൻ മരിച്ച ദിവസം ചിന്തിക്കാൻ പറ്റില്ല. ഒന്ന് പിന്നെ ശരി, നമുക്ക് ഈ സമയം അതിക്രമിച്ചു എന്നതാണ് എൻ്റെ പ്രശ്നം. ഏതായാലും നമുക്ക് അടുത്ത ദിവസം നമുക്ക് കൂടുതൽ സമയം അനുവദിക്കാം. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ബോബി ചെമ്മണ്ണൂരിനൊരു തിരിച്ചടിയാകുമോ കോടതിയിൽ ഇന്നത്തെ ഒരു നിലപാട് എന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ 89% ആളുകളും പറയുന്നത് ഇത് ബോബി ചെമ്മണ്ണൂറിന് ഈ കേസ് ഒരു തിരിച്ചടിയാകും എന്ന നിലപാടാണുള്ളത്. അതേസമയം 11% ആളുകൾ ഇതൊക്കെ എന്ത് എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിരവധി യൂട്യൂബ് കമൻറ്റുകൾ ഉണ്ട്, പക്ഷേ എനിക്കതൊന്നും വായിക്കാനൊന്നും സമയം കിട്ടിയില്ല. പക്ഷേ നാളെ തീർച്ചയായും നമുക്കിതിലേക്കൊക്കെ കടക്കാം. പൊതുവേദി കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. സാധാരണക്കാർ